ഇടുക്കി തങ്കമണിയിൽ സൈനികനായ മകന്റെ പരാതിയിൽ സാമ്പത്തിക തട്ടിപ്പ് മോഷണ കേസുകളിലായി പോലീസ് അറസ്റ്റ് ചെയ്ത ബിൻസി ജോസഫുമായി പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചു. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ പ്രതി പണയപ്പെടുത്തിയ സ്വർണ്ണ ഉരുപ്പടികളാണ് പോലീസ് പിടിച്ചെടുത്തത്. റിമാൻഡിലായിരുന്ന പ്രതിയെ കട്ടപ്പന കോടതി പോലീസ് കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. മരുമകളുടെയും മകളുടെയും സ്വർണ്ണാഭരണങ്ങൾ ഇവരറിയാതെ തട്ടിയെടുത്തുവെന്ന സൈനികനായ മകന്റെ പരാതിയിൽ കഴിഞ്ഞയാഴ്ചയാണ് ബിൻസിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 24 പവനോളം സ്വർണം മോഷ്ടിച്ചെന്നും നാട്ടിൽ പലരിൽ നിന്നുമായി ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്നുമാണ് ബിൻസിക്കെതിരായ കുറ്റം. 30 ലക്ഷത്തോളം രൂപയുടെ ക്രമക്കേടാണ് ബിൻസി നടത്തിയിരിക്കുന്നത്. ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ മൂവാറ്റുപുഴയിൽ ഒളിവിൽ കഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷമാണ് തങ്കമണിയിൽ എത്തിച്ചത്. മേഖലയിലെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ തെളിവെടുപ്പ് നടത്തിയതിനോടൊപ്പം മോഷ്ടിച്ച പണയം വെച്ച സ്വർണ്ണാഭരണങ്ങളും പോലീസ് കണ്ടെടുത്തു. ആദ്യഘട്ടത്തിൽ മരുമകൾ സന്ധ്യയുടെ ആഭരണങ്ങളാണ് കണ്ടെടുത്തത്. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷമേ ഈ പണം ആഭിചാര ക്രിയകൾക്ക് ഉപയോഗിച്ചോ എന്ന അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കൂ. ബിൻസിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചതിന് അറസ്റ്റിലായ അംബികയ്ക്കും തട്ടിപ്പിൽ പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മുൻപ് സമാനമായ സാമ്പത്തിക ക്രമക്കേടിൽപ്പെട്ട് ഒളിവിൽ പോയ ബിൻസി തമിഴ്നാട്ടിലെ ഒളിവ് കേന്ദ്രത്തിൽ വെച്ചാണ് അംബികയെ പരിചയപ്പെട്ടത്. ഇതാണ് സംശയത്തിന് വഴിവെച്ചിരിക്കുന്നത്. ജനം, ഇടുക്കി.